വിഘാതമായി പ്രവർത്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ തുടങ്ങി, അത് പലയിടത്തും എത്തി. അതിനെ ഏറ്റുപിടിക്കാൻ ചില പണ്ഡിത വേഷധാരികൾ മുന്നിൽ നിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഭീകരമായ പ്രത്യാഘാതമാണ് മുസ്ലിം ഉമ്മത്തിനെ കാത്തിരിക്കുന്നത് എന്ന് നമ്മളെല്ലാവരും ഓർമ്മിക്കണം. നമുക്ക് അടുപ്പിന് 3 കല്ലുണ്ടാവും. അതായത് ഒരു ബിരിയാണി ചെമ്പ് വെക്കുകയാണെങ്കിൽ അത് വെറുതെ നിൽക്കൂല, 3 കല്ലുണ്ടാവും. അതുപോലെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയും ബഹുമാനപ്പെട്ട പാണക്കാട് കുടുംബവും അതുപോലെ തന്നെ വളരെ പ്രധാനമായി മുസ്ലിം ലീഗ് പ്രസ്ഥാനം അത് അങ്ങനെ തന്നെ ഒന്നിച്ചു നിൽക്കുമ്പോഴാണ് ഈ ഉമ്മത്തിന്റെ ശക്തി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് എങ്ങനെ തകർക്കാൻ ശ്രമിച്ചാലും ഒരു കാരണവശാലും നമ്മൾ അതിന് ആർക്കും കൂട്ടു നിൽക്കരുത്. പഴയ പാരമ്പര്യം കാത്തു സൂക്ഷിക്കണം. പാണക്കാട് കുടുംബം എല്ലാവരും ഒന്നിപ്പിക്കാനുള്ളവരാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സമസ്തയും ലീഗും എല്ലാം ഒന്നിച്ചു നിൽക്കണം. അതിനായിരിക്കട്ടെ ശ്രമം. അപ്പോ ഇതിനൊക്കെ തീർച്ചയായിട്ടും ഈയിടെ അതിന് വിഘാതമായി എന്തൊക്കെയോ കേൾക്കുന്നു. നമ്മൾ അപശബ്ദങ്ങളാണ്, ഒരിക്കലും നമുക്ക് താല്പര്യമില്ലാത്ത, നമ്മളൊന്നും കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത വാക്കുകൾ പരക്കെ വന്നുകൊണ്ടിരിക്കണം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ഈ ഐക്യതാ ബോധത്തിൽ എല്ലാവരും ഒരുമിച്ച് ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം ഈ പരിപാടിയിൽ എല്ലാവരും ഇൻഷാ അല്ലാഹ് വരുന്ന തിങ്കളാഴ്ച സംബന്ധിക്കുന്ന 4 മണിയാകുമ്പോഴേക്കും. രണ്ടാമത്തെ കാര്യം പറയുവാനുള്ളത്, നമുക്കറിയാം നമ്മുടെ ഹക്കീം ഉസ്താദ്